നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും പൾപിറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുന്നത് 2026 നടക്കാൻ പോകുന്ന മത്സര പരീക്ഷയായ HSST ഇംഗ്ലീഷ് പരീക്ഷയുടെ 100 മാർക്കിൽ 20 മാർക്ക് നിർണായകമാണ്. ഈ 20 മാർക്ക് നിർണായകമാകുന്നതെന്ന് പറഞ്ഞാൽ 80 മാർക്ക് സബ്ജക്റ്റ് ആണ്. എല്ലാ ഉദ്യോഗാർത്ഥികളും ഉറപ്പായും പഠിച്ചു മാറ്റുന്ന ഏരിയയാണ് 80 മാർക്ക് സബ്ജക്റ്റ് അല്ലെങ്കിൽ കോർ സബ്ജക്റ്റ്. 20 മാർക്ക് ജനറൽ പേപ്പറാണ്. ആ 20 മാർക്ക് ഈസി ആയി എങ്ങനെ ക്രാക്ക് ചെയ്യാം, ഏതൊക്കെ ഏരിയ ആണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏത് കണ്ടന്റ് ആണ് ഫോക്കസ് കൊടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കണ്ടന്റ് ആണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. ജനറൽ പേപ്പറിൽ 20 മാർക്കാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ഏരിയ ഒന്നാമത്തത് 5 മാർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ആ സിലബസ് ടോപ്പിക്കിൽ വളരെ വ്യക്തമായി കൊടുത്തേക്കുന്നത്. അതിൽ എന്തൊക്കെയാ പഠിക്കേണ്ടത് ചോദിച്ചാൽ പ്രധാനപ്പെട്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി തുടങ്ങിയിട്ടുള്ള കണ്ടന്റ് ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട അമെന്റ്മെന്റ് സഹിതം ആ ഒരു മേഖലയിൽ നിന്ന് ചോദ്യമായി വന്നിട്ടുണ്ട്. ഇനിയും ആ ഒരു മേഖലയിൽ നിന്ന് തന്നെ ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ 5 മാർക്ക് ആ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന പാഠഭാഗത്ത് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ പാഠഭാഗം എന്ന് പറഞ്ഞാൽ 5 മാർക്കിന്റെ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം. അപ്പൊ മിക്ക ആളുകളും മിക്ക ഉദ്യോഗാർത്ഥികളുടെയും ഒരു സംശയം, എന്താ ഈ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ സിലബസിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഓരോ പ്രധാനപ്പെട്ട ക്യാമ്പയിനുകൾ സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട പ്രധാനപ്പെട്ട ക്യാമ്പയിനുകൾ പഠിക്കണം. അത് ഗവൺമെന്റിന്റെ ക്യാമ്പയിനുകൾ നിർണായകമായ മാർക്കായി മാറും. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് അട്രോസിറ്റീസ് അഗനിസ്റ്റ് SC/ST, അട്രോസിറ്റീസ് അഗനിസ്റ്റ് വുമൺ, അട്രോസിറ്റീസ് അഗനിസ്റ്റ് ചിൽഡ്രൻ എന്നറിയപ്പെടുന്ന മേഖല. അതായത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി ഏതൊക്കെ നിയമങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി ഏതൊക്കെ നിയമങ്ങളുണ്ട്, SC/ST വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ഏതൊക്കെ നിയമങ്ങളുണ്ട്, അതിന്റെ പ്രതിപാദ്യ വിഷയമാണ് ആ ഒരു മേഖലയിൽ പഠിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ഏരിയ, അതും 5 മാർക്കാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത മൂന്നാമത്തത് 5 മാർക്ക് ഏരിയ കേരള റിനേസൻസ് ആണ്. ഈ കേരള റിനേസൻസ് നമ്മുടെ സിലബസിൽ ജനറൽ പേപ്പറിൽ ഏറ്റവും വലിയ ഏരിയ ആയിട്ട് സിലബസിൽ കൊടുത്തേക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന റിനേസൻസ് ആണ്. ആ റിനേസൻസിൽ തന്നെ സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന ഏരിയ നമ്മൾ പഠിക്കണം. കേരള വുമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്നറിയപ്പെടുന്ന ഒരു ഏരിയ ഉണ്ട്. കേരള റിനേസൻസ് ലീഡേഴ്സ് ഉണ്ട്. റോൾ ഓഫ് പ്രസ് ഇൻ കേരള റിനേസൻസ് ഉണ്ട്. അങ്ങനത്തെ ധാരാളം ടോപ്പിക്ക് ആ ഒരു മേഖലയിൽ നമ്മൾ പഠിക്കണം. നാലാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട്, അതായത് എല്ലാം ഇന്ത്യൻ ഹിസ്റ്ററി ആയിക്കോട്ടെ, കേരള ഹിസ്റ്ററി ആയിക്കോട്ടെ, വേൾഡ് ഹിസ്റ്ററി ആയിക്കോട്ടെ, അതാണ് GK ജനറൽ നോളജ് ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തുകൂടി പഠിക്കണം? കറണ്ട് അഫയേഴ്സ് കൂടി പഠിക്കണം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഉണ്ട്, ഏത് കണ്ടന്റ് അല്ലെങ്കിൽ ഏത് മാസം വരെ ഏത് വർഷം വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കേണ്ടത്? 2023 പഠിക്കണോ, 2024 പഠിക്കണോ, 2025 പഠിക്കണോ? നിർണായകമായി 2025 കറണ്ട് അഫയേഴ്സ് നിർണായകമായി നിങ്ങൾ പഠിക്കണം. അപ്പൊ ഏത് മത്സര പരീക്ഷ, ആ ഒരു മത്സര പരീക്ഷയുടെ ഡേറ്റ് എന്നാണോ, ആ മത്സര പരീക്ഷ ഡേറ്റ് വരുമല്ലോ, കേരള PSC ഒഫീഷ്യലായി ഡേറ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ആ മത്സര പരീക്ഷയുടെ ഡേറ്റിന് 1 മാസം മുൻപ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് നിർണായകമായിട്ട് നമ്മൾ പഠിച്ചു മാറ്റണം. ഇനി അടുത്തത് ഏതൊക്കെ മേഖലയുടെ ചോദ്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? അപ്പൊ നമുക്ക് വേണ്ടത് ഈ പറയുന്ന HSSC ഇംഗ്ലീഷ് പരീക്ഷ മാത്രമല്ല, മറ്റ് HSSC നിലവാരത്തിലുള്ള മത്സര പരീക്ഷ ഉണ്ടായിരുന്നല്ലോ, അതിനെല്ലാം ചോദിച്ച ജനറൽ പേപ്പറിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യ ടാസ്ക് നമ്മുടെ മുന്നിലുള്ളത്. അത് ഈസി ആയി നമ്മൾ പറഞ്ഞു തരുവാണ്. ഒന്നാമത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് സമത്വ സമാജം? ഇതിൽ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് സമത്വ സമാജം? സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ A കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ B കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ Cയും കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ Dയും കൊടുത്തിട്ടുണ്ട്. ആൻസർ ഏതാണെന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. ആൻസർ നിങ്ങൾ കമന്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ആൻസർ ഓപ്ഷൻ C, വൈകുണ്ഠ സ്വാമികളാണ്. ഇനി ഒരു എളുപ്പമാർഗം പറയട്ടെ. ഇപ്പൊ ഈ ഒരു ജനറൽ പേപ്പറിൽ വളരെ നിർണായകമായ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 5 മാർക്കിന്റെ ഈ പറയുന്ന കേരള റിനേസൻസ്,
റോൾ ഓഫ് പ്രസ് ഇൻ കേരള റിനൈസൻസ്, ട്രാവൻകൂർ എന്നറിയപ്പെടുന്ന ഏരിയ, കൊച്ചി മലബാർ എന്നറിയപ്പെടുന്ന ഏരിയ തുടങ്ങിയിട്ടുള്ള കേരള ഹിസ്റ്ററി ഉൾപ്പെടെ കമ്പൈൻ ചെയ്ത് നമ്മൾ പഠിക്കണം. അപ്പൊ ഇവിടെ ചോദ്യം എന്താ? ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് സമത്വ സമാജം? ഒരു എളുപ്പമാർഗം പറഞ്ഞു തരാം. ചോദ്യത്തിൽ എവിടെങ്കിലും സമ എന്ന വാക്കുണ്ടോ നോക്കണം. ക്വസ്റ്റ്യനിൽ എവിടെങ്കിലും എന്താണ് സമ എന്ന വാക്കുണ്ടെങ്കിൽ ഉത്തരം ആരായിരിക്കും? അത് വൈകുണ്ഠ സ്വാമികളായിരിക്കും. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ റിനൈസൻസ് എന്നറിയപ്പെടുന്ന ഏരിയയിൽ 5 മാർക്കിൽ ഏതെങ്കിലും ഒരു മാർക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചോദ്യം ആയിരിക്കണം. ചോദ്യം ഇങ്ങനെയൊക്കെയാ: വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് സമപൂർണദേവൻ? സമ്പൂർണദേവൻ. വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് സമ്പൂർണദേവൻ? ഉത്തരം വൈകുണ്ഠ സ്വാമികളാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ദി കൺസെപ്റ്റ് സമപന്തി ഭോജന കണ്ടക്ടഡ് ബൈ, സമപന്തി ഭോജനം എന്ന ആചാരം ആദ്യമായി നടപ്പിലാക്കിയത് ആരാണ്? മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞു തരികയാണ്. ഉത്തരം വൈകുണ്ഠ സ്വാമികളാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷന്റെ പേരാണല്ലോ സമത്വ സമാജം. അപ്പൊ നമുക്ക് വേണ്ടത് ഈ സമത്വ സമാജം എന്നറിയപ്പെടുന്ന സംഘടനയ്ക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കണം, അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താ ഇമ്പോർട്ടൻസ്? കേരളാസ് ഫസ്റ്റ് സോഷ്യൽ ഓർഗനൈസേഷൻ, കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം സമത്വ സമാജമാണ്. അപ്പൊ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ: കേരളാസ് ഫസ്റ്റ് സോഷ്യൽ റിഫോർമർ, കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാര? അത് വൈകുണ്ഠ സ്വാമികളാ. മിക്ക ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. തൈക്കാടയല്ലിയോ? അല്ല. കേരള PSC മത്സര പരീക്ഷയിൽ വാല്യൂ ചെയ്യുന്ന ആൻസർ വൈകുണ്ഠ സ്വാമികൾ എന്നാണ്. അപ്പൊ അങ്ങനെ നമ്മളെ കുഴപ്പിക്കുന്ന, നമ്മളെ പരീക്ഷയിൽ കയറുന്ന സമയത്ത് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. അത് ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലിയർ ചെയ്തു പോവുക. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു HSSC മത്സര പരീക്ഷ നിലവാരത്തിൽ ഇന്നേ കാലം വരെ ചോദിച്ച പ്രധാനപ്പെട്ട 5 സംഘടനകളും അതിന്റെ വർഷവും അതിന്റെ സ്ഥാപനയും നമ്മൾ പഠിക്കണം. ഒന്ന് 1836 സമത്വ സമാജം എന്ന സംഘടന ഫോം ചെയ്തു. സമത്വ സമാജത്തിന്റെ സ്ഥാപകനാര? അത് വൈകുണ്ഠ സ്വാമികളാണ്. ഫസ്റ്റ് സോഷ്യൽ റിഫോർമർ ഇൻ കേരള, കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികളാണ്. വിച്ച് സോഷ്യൽ റിഫോർമർ ബിഹൈൻഡ് ദ ക്രിയേഷൻ ഓഫ് ചാന്നാർ അജിറ്റേഷൻ ഇൻ കേരള, കേരളത്തിലെ ചാന്നാർ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ച സ്പിരിച്വൽ ലീഡർ, ആത്മീയ നേതാവ് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായി പഠിക്കേണ്ടത് വൈകുണ്ഠ സ്വാമികളാണ്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് 1836 അല്ലെങ്കിൽ 1836 സമത്വ സമാജം എന്ന സംഘടന ഫോം ചെയ്യുന്നു. സ്ഥാപകനാര? വൈകുണ്ഠ സ്വാമികളാണ്. അടുത്തത് 1903 1903 SNDP എന്നറിയപ്പെടുന്ന സംഘടന ഫോം ചെയ്യും. SNDPയുടെ സ്ഥാപകൻ അത് ശ്രീനാരായണ ഗുരുവാണ്. ഈ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട റാങ്ക് മേക്കിംഗ് ചോദ്യം: രാജശില്പി ഓഫ് കേരള റിനൈസൻസ്, വിച്ച് കേരള പേഴ്സണാലിറ്റി ഈസ് ആൾസോ നോൺ ആസ് രാജശില്പി ഓഫ് കേരള റിനൈസൻസ്? കേരള നവോത്ഥാനത്തിന്റെ രാജശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ഫാദർ ഓഫ് കേരള റിനൈസൻസ്, കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് ശ്രീനാരായണ ഗുരുവ. അദ്ദേഹമാണ് 1903 SNDP എന്നറിയപ്പെടുന്ന സംഘടന സ്ഥാപിച്ചത്. നിർണായക ചോദ്യങ്ങളാണ് ഈ പറയുന്നത്. ദെൻ 1907 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന ഫോം ചെയ്തു. ഫോം ചെയ്ത വ്യക്തിയുടെ പേര് അയ്യങ്കാളി എന്ന. ഈ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ബ്ലാക്ക് സ്റ്റാർ ഓഫ് കേരള റിനൈസൻസ്, കേരള നവോത്ഥാനത്തിന്റെ കറുത്ത സൂര്യൻ എന്നറിയപ്പെടുന്നത് അത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയെ പറ്റി ഒത്തിരി ചോദ്യങ്ങളുണ്ട്. മഹാത്മാ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? അത് അയ്യങ്കാളിയാണ്. ഫാദർ ഓഫ് കേരള ദളിത് റിനൈസൻസ്, ഫാദർ ഓഫ് കേരള റിനൈസൻസ് ആരാ? അത് ശ്രീനാരായണ ഗുരു. ഫാദർ ഓഫ് കേരള ദളിത് റിനൈസൻസ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം അയ്യങ്കാളിയ. ഇനി നമ്മളെ കുഴപ്പിക്കുന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഫാദർ ഓഫ് കേരള മുസ്ലിം റിനൈസൻസ് ആരും ചോദിക്കും. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഫാദർ ഓഫ് കേരള ക്രിസ്ത്യൻ റിനൈസൻസ് എന്ന് ചോദിക്കും. അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഇതെല്ലാം മുൻകാല വർഷ ചോദ്യമാണ്. അടുത്തത് 1908 1908 യോഗക്ഷേമ സഭ എന്ന സംഘടന ഫോം ചെയ്തു. യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ VT ഭട്ടതിരിപ്പാടാണ്. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താണ്? നമ്മുടെ സിലബസിലുണ്ട് ഇദ്ദേഹത്തെ പറ്റി പഠിക്കാൻ. ഇനി അത് ഈ പറയുന്ന VT ഭട്ടതിരിപ്പാട് മാത്രമല്ല, പാർവതി നെന്മേനിമംഗലം, പാർവതി മനഴി, പാർവതി നിലയങ്കോട് തുടങ്ങിയിട്ടുള്ള നവോത്ഥാന വനിതകളെ പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. അപ്പൊ അവിടെ 1908 ഫോം ചെയ്ത യോഗക്ഷേമ സഭയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്.
ഈ യോഗക്ഷേമ സഭയുടെ സ്ലോഗൻ അല്ലെങ്കിൽ മുദ്രാവാക്യം എന്ന് പറയുന്നത് മേക്ക് നമ്പൂതിരി ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നാണ്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഏത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടതാ? അത് യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ടതാ. ആരായിരിക്കും ആ മുദ്രാവാക്യം മുഴക്കിയത്? VT ഭട്ടതിരിപ്പാട്. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റണം. അടുത്തത് 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നറിയപ്പെടുന്ന PRDS ഫോം ചെയ്യും. ഈ PRDSന്റെ ഫൗണ്ടർ ആരെന്ന് ചോദിച്ചാൽ അത് കുമാരഗുരുദേവനാണ്. ഈ കുമാരഗുരുദേവൻ എന്ന് ഓപ്ഷൻ ഇല്ല എങ്കിൽ പൊയ്കേൽ യോഹന്നാൻ എന്ന് കാണും. അതിനർത്ഥം കുമാരഗുരുദേവൻ തന്നെയാണ് പൊയ്കേൽ യോഹന്നാനും. ഈ പറയുന്ന 5 നവോത്ഥാന സംഘടനകളും അതിന്റെ വർഷവും അതിന്റെ സ്ഥാപകനെയും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ 1 മാർക്ക്, 5ൽ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇതൊരു ബേസ് ആണ്. ഈ ബേസ് കണ്ടന്റിനോടൊപ്പം തന്നെയാണ് എന്തൊക്കെ കണ്ടന്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ അതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ബേസ് കിട്ടി, അതിൽ 1 മാർക്ക് കിട്ടി, അതിന്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന മറ്റു മാർക്കുകൾ കൂടി നിങ്ങൾക്ക് കിട്ടും. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഫസ്റ്റ് പ്രസ് ഇൻ കേരള? കേരളത്തിൽ ആദ്യത്തെ പ്രസ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സി കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി കൊടുത്തപ്പോൾ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ എ CMS പ്രസ് ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ CMS പ്രസിന് ഒരു സ്ഥാപകനുണ്ട്. ഈ CMS പ്രസിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ഫൗണ്ടറായി പരിഗണിക്കപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. CMS പ്രസിന്റെ എല്ലാം ആദ്യകാല ഫോർമേഷന്റെ എല്ലാം പ്രധാനപ്പെട്ട വ്യക്തിയായി പരിഗണിക്കപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ പ്രസ് കിട്ടിയല്ലോ. ഈ CMS പ്രസ് എന്നറിയപ്പെടുന്ന പ്രസ്സാണ്. ഇനി ഇതിനോടൊപ്പം നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്നറിയാവോ? ഈ പറയുന്ന കേരളത്തിലെ 3 പ്രദേശങ്ങളുണ്ട്. ഒന്ന് ട്രാവൻകൂർ, മറ്റൊന്ന് കൊച്ചി, മറ്റൊന്ന് മലബാർ. ഈ 3 പ്രദേശങ്ങളുടെയും എഡ്യൂക്കേഷൻ എംപവർമെന്റിന് വേണ്ടി, വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ഓരോരോ മിഷണറികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ മിഷണറിയാണ് LMS. ട്രാവൻകൂറിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച മിഷണറിയാണ് ഏത്? LMS അല്ലെങ്കിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന് പറയും. CMSന്റെ പ്രത്യേകതയുണ്ട്. ഈ CMS എന്നറിയപ്പെടുന്ന മിഷണറി കൊച്ചി മേഖലയുടെ സമഗ്ര വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ്. അപ്പൊ CMS വർക്ക് ഫോർ ദി എംപവർമെന്റ് ഓഫ് കൊച്ചി റീജിയൻ ഇൻ കേരള. LMS വർക്ക് ഫോർ ദി ട്രാവൻകൂർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. LMS വർക്ക് ഫോർ ദി എംപവർമെന്റ് ഓഫ് ട്രാവൻകൂർ റീജിയൻ ഇൻ കേരള. കേരളത്തിലെ തിരുവിതാംകൂർ പ്രദേശത്തിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയാണ് LMS വർക്ക് ചെയ്തത്. BM എന്ന് പറഞ്ഞാൽ മലബാർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അതിന്റെ എക്സ്പാൻഷൻ ഇമ്പോർട്ടന്റ് ആണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി ആണ് LMS. CMS ചർച്ച് മിഷൻ സൊസൈറ്റി ആണ്. BEM ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. അപ്പൊ അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ചില ആളുകൾ മനസ്സിൽ കരുതും CMS എന്താ കൊച്ചിയിലും ട്രാവൻകൂറിലും വന്നേക്കുന്നത്? കൊച്ചിയുടെയും തിരുവിതാംകൂറിന്റെ വിദ്യാഭ്യാസ പ്രയോറിറ്റിക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ എംപവർമെന്റിന് വേണ്ടി അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ എംപവർമെന്റിന് വേണ്ടി പ്രവർത്തിച്ച വിദ്യാഭ്യാസ മിഷണറി ആര് തന്നെയാ? CMS. ഒപ്പം ട്രാവൻകൂർ കൂടിയുണ്ട്. പക്ഷേ കേരള PSC കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വാല്യൂ ചെയ്യുന്നത് CMS കൊച്ചിയാണെന്ന് കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഓപ്ഷനിൽ കൊച്ചി ആൻഡ് ട്രാവൻകൂർ എന്നുണ്ടെങ്കിൽ അത് മാത്രമേ എഴുതാവൂ. അടുത്തത് നമ്മൾ ഇനി പറയാൻ പോകുന്നത്, അപ്പൊ ഈ ഒരു മേഖല കിട്ടിയല്ലോ. ആദ്യത്തെ റിനേസൻസിന്റെ എന്നറിയപ്പെടുന്ന ഏരിയയിലെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിഷണറികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായും ഉണ്ടാകും. അതിൽ ഈ പറയുന്ന 3 മിഷണറികളെ മാത്രമല്ല, ഡീറ്റെയിൽ ആയിട്ട് ഓരോ മിഷണറികളുടെയും പ്രവർത്തനത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് വന്ന, കേരളത്തിലേക്ക് വന്ന ആളുകളെ ഉൾപ്പെടെ നമ്മൾ കമ്പൈൻ ചെയ്ത് പഠിക്കണം. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. ഹു ഈസ് ദി ഫാദർ ഓഫ് ദി ലൈബ്രറി മൂവ്മെന്റ് ഇൻ കേരള? കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഞാനങ്ങ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ ബി PN പണിക്കരാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് എല്ലായ്പ്പോഴും മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അപരനാമങ്ങൾ. ചോദ്യം ഇങ്ങനെയാണ്, വിച്ച് സോഷ്യൽ റിഫോർമർ ഈസ് ആൾസോ നോൺ ആസ് ഇന്നത്? ഏത് നവോത്ഥാന നായകന്റെ അപരനാമമാണ് ഇന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന കുറച്ച് ചോദ്യമുണ്ട്. 2 ചോദ്യങ്ങൾ നമ്മൾ കുഴഞ്ഞു പോകും. ഒന്ന്, വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് ബുദ്ധ ഓഫ് ഡിസ്ഗൈസ്? പ്രച്ഛന്ന ബുദ്ധൻ എന്ന അതായത് പ്രച്ഛന്ന ബുദ്ധൻ എന്ന മലയാള പദഭാഷ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാ ചോദിക്കുന്നത്, വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് ബുദ്ധ ഓഫ് ഡിസ്ഗൈസ്? പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്ന ആരെയാ? അത് ശങ്കരാചാര്യരാണ്. വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് ക്രുസേഡർ ആൻഡ് കോൺസ്പിറേറ്റർ? വേറെ ഒന്നുമില്ല,
പാവങ്ങളുടെ പടത്തലവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? അത് AK ഗോപാലനാണ്. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ഈ പറയുന്ന മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മാറ്റമുണ്ട്. ആ മാറ്റമുള്ള ചോദ്യങ്ങൾ ഉറപ്പായി നിങ്ങൾ പഠിക്കണം. ഇപ്പം കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവെന്ന മലയാള ചോദ്യം ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയാം ഫാദർ ഓഫ് കേരള മുസ്ലിം റിനൈസൻസ് എന്നാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫാദർ ഓഫ് കേരള റിനൈസൻസ് എന്നാണെന്ന് കിട്ടും. പക്ഷേ പാവങ്ങളുടെ പടത്തലവെന്നോ പ്രച്ഛന്ന ബുദ്ധനെന്നോ നിരീശ്വരവാദികളുടെ ഗുരു, അവിടെ നിരീശ്വരവാദികളുടെ ഗുരു എന്ന ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്താണ് പ്രധാനപ്പെട്ടതാണ്? ഗുരു ഓഫ് എത്തീസ്റ്റ്, നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് അത് ബ്രഹ്മാനന്ദ ശിവയോഗിയ. ഇങ്ങനെ നമ്മളെ കുഴപ്പിക്കുന്ന കുറച്ച് ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങൾ ഉറപ്പായും നമ്മൾ പഠിക്കണം. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ 2024-ലും 2025-ലും അധ്യാപക മത്സര പരീക്ഷയ്ക്ക് ചോദിച്ച ട്രെൻഡിങ് ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാണ് കേരള സ്പാർട്ടക്കസ് വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് കേരള സ്പാർട്ടക്കസ്. ഉത്തരം അയ്യങ്കാളിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫാദർ ഓഫ് കേരള ദളിത് റിനൈസൻസ്, ഫാദർ ഓഫ് കേരള ദളിത് റിനൈസൻസ് എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ദളിത് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. ബ്ലാക്ക് സ്റ്റാർ ഓഫ് കേരള റിനൈസൻസ്, കേരള നവോത്ഥാനത്തിന്റെ കറുത്ത സൂര്യൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അങ്ങനെ നമ്മളെ കുഴപ്പിക്കുന്ന ഒത്തിരി ചോദ്യമുണ്ട്. കേരള സ്പാർട്ടക്കസ് ആരാണ്? അത് അയ്യങ്കാളിയാണ്. മറ്റൊരു ചോദ്യം കേരള നെപ്പോളിയൻ, ഏറ്റവും ലേറ്റസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈസ് ആൾസോ നോൺ ആസ് കേരള നെപ്പോളിയൻ. അത് കുമാര ഗുരുദേവനാണ്. അപ്പൊ കുമാരഗുരു എന്ന ഓപ്ഷൻ ഇല്ലെന്നിരിക്കട്ടെ, എങ്കിൽ ആരെ നിങ്ങൾ എഴുതും? അത് പൊയ്കേൽ യോഹന്നാൻ തന്നെയാണ്. ഇങ്ങനെ നമ്മളെ കുഴപ്പിക്കുന്ന ഓരോരോ ചോദ്യമുണ്ട്. ദെൻ ഫാദർ ഓഫ് കേരള മുസ്ലിം റിനൈസൻസ് അത് വക്കം മൗലവി. അപ്പൊ ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. ഒന്ന്, ഫാദർ ഓഫ് കേരള റിനൈസൻസ്, ഫാദർ ഓഫ് കേരള റിനൈസൻസ് ശ്രീനാരായണ ഗുരു, ഫാദർ ഓഫ് കേരള മുസ്ലിം റിനൈസൻസ് വക്കം മൗലവി, ഫാദർ ഓഫ് കേരള ദളിത് റിനൈസൻസ് ഇൻ കേരള, കേരളത്തിലെ ദളിത് നവോത്ഥാനത്തിന്റെ പിതാവ് അയ്യങ്കാളി, ഫാദർ ഓഫ് ക്രിസ്ത്യൻ റിനൈസൻസ് ഇൻ കേരള അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അങ്ങനെ നാല് ചോദ്യങ്ങൾ നമ്മളെ കുഴപ്പിച്ച് കളയും. നമ്മൾ അത് കുഴയേണ്ട ആവശ്യമേ ഇല്ല, കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമേ ഇല്ല. ആവർത്തിച്ച് പഠിക്കുക. വേണ്ടത് ഫാദർ ഓഫ് കേരള റിനൈസൻസ് ശ്രീനാരായണ ഗുരു, ഫാദർ ഓഫ് കേരള മുസ്ലിം റിനൈസൻസ് വക്കം മൗലവി, ഫാദർ ഓഫ് കേരള ക്രിസ്ത്യൻ റിനൈസൻസ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ഫാദർ ഓഫ് കേരള ദളിത് റിനൈസൻസ് അത് അയ്യങ്കാളിയാണ്. അടുത്തൊരു ചോദ്യം നോക്കിയേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് റിട്ടൺ ബൈ ലളിതാംബിക അന്തർജനം? താഴെ പറയുന്നവയിൽ ലളിതാംബിക അന്തർജനം എഴുതാത്തതേത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അഗ്നിസാക്ഷി, ഓപ്ഷൻ ബി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുഞ്ഞോമന, ഓപ്ഷൻ സി തുലാവർഷ പച്ച, ഓപ്ഷൻ ഡി ഗോസായി പറഞ്ഞ കഥ. ഈ 4 ഓപ്ഷനാണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ PSC കൊടുത്തേക്കുന്നത്. ഇതിന്റെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്. അതായത് ബാക്കിയുള്ള ഓപ്ഷൻ എ അഗ്നിസാക്ഷി ആയിക്കോട്ടെ, കുഞ്ഞോമനി ആയിക്കോട്ടെ, ഗോസായി പറഞ്ഞ കഥ ആയിക്കോട്ടെ, ഈ 3 കൃതികളും ആരെഴുതിയതാണ്? ലളിതാംബിക അന്തർജനം എഴുതിയതാ. ഈ പറഞ്ഞ ലളിതാംബിക അന്തർജനം ആയിക്കോട്ടെ, പാർവതി നെന്മേനി മംഗലം ആയിക്കോട്ടെ, പാർവതി മനഴി ആയിക്കോട്ടെ, അക്കാമ ചെറിയാൻ ആയിക്കോട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട ആര്യ പള്ളം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക ഉൾപ്പെടെയുള്ള കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കണം. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് താഴെ പറയുന്നവയിൽ ലളിതാംബിക അന്തർജനം എഴുതാത്ത കൃതി ഏതാണ്? ഉത്തരമായി വരേണ്ടത് ഈ തുലാവർഷ പച്ചയാണ്. ബാക്കിയുള്ള 3 ഓപ്ഷനുകളും അല്ലെങ്കിൽ 3 കൃതികളും എഴുതിയത് ആരാണ്? അത് ലളിതാംബിക അന്തർജനമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു മത്സര പരീക്ഷയിൽ ഒരു ടെക്സ്റ്റ് ചോദിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൃതി ചോദിച്ചാൽ അത് എഴുതിയത് ആര് എന്നൊരു ചോദ്യം ചോദിക്കുമല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പറയുക. മുൻകാല വർഷങ്ങളിൽ അതായത് 2025 വരെയുള്ള മുഴുവൻ മത്സര പരീക്ഷകളിൽ ചോദിച്ച പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പറയുക. ഒന്ന്, ജാതിക്കുമ്മി, ദ ടെക്സ്റ്റ് ജാതിക്കുമ്മി റിട്ടൺ ബൈ അത് പണ്ഡിറ്റ് കറുപ്പന. പണ്ഡിറ്റ് കറുപ്പന് 3 പ്രധാനപ്പെട്ട കൃതികളുണ്ട്. ജാതിക്കുമ്മി, ഉദ്യാന വിരുന്ന്, ബാലകലേശം. ഇത് വിവിധ മത്സര പരീക്ഷയിൽ, അത് അധ്യാപക മത്സര പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാ. അപ്പൊ ജാതിക്കുമ്മി എന്ന ടെക്സ്റ്റ് ആരുടേതാ? പണ്ഡിറ്റ് കറുപ്പന്റേതാണ്. അടുത്തത് ആനന്ദക്കുമ്മി ചോദിക്കും. നമ്മളെ കുഴപ്പിച്ച് കളയും കേട്ടോ. ആനന്ദക്കുമ്മി എന്ന ടെക്സ്റ്റ് എഴുതിയത് അത് ബ്രഹ്മാനന്ദ ശിവയോഗിയ. ജ്ഞാനക്കുമ്മി എന്ന ടെക്സ്റ്റ് ഉണ്ട്. ജ്ഞാനക്കുമ്മി എന്ന ടെക്സ്റ്റ് എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പൊ ജാതിക്കുമ്മി ആരുടേതാ? ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ. ആനന്ദക്കുമ്മിയും ജ്ഞാനക്കുമ്മിയും ആരുടേത്? ബ്രഹ്മാനന്ദ ശിവയോഗി. ജാതി ലക്ഷണം, ജാതി നിർണയം, ജാതി മീമാംസ. നമ്മളെ കുഴപ്പിച്ച് കളയും. ജാതി ലക്ഷണം, ജാതി നിർണയം,
ജാതി മീമാംസ. ഈ 3 ടെക്സ്റ്റും എഴുതിയത് അത് ശ്രീനാരായണ ഗുരുവാണ്. ഇങ്ങനെ ഒരു 10-15ഓളം പുസ്തകങ്ങളും അത് എഴുതിയ ആളുകളെ നമ്മൾ പഠിച്ചാൽ ഈ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈസി ആയി ഒരു മത്സര പരീക്ഷയിൽ എത്ര മാർക്ക് ഉണ്ടോ, എത്ര മാർക്ക് ഈ പറഞ്ഞ ജനറൽ പേപ്പറിൽ നിന്ന് ചോദിച്ചോ അത്രയും മാർക്ക് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നേടാൻ നമുക്ക് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം വേണ്ടത് എന്താണ്? ജനറൽ പേപ്പറിലെ മുൻകാല വർഷങ്ങളിൽ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും സോർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഓർഡർ ആയി പഠിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ ടോപ്പിക്കിലേക്ക് പോകും. ഓരോ ടോപ്പിക്കിലേക്ക് പോകുമ്പം ഇന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഇന്ന ടോപ്പിക്കിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള വസ്തുതകൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് വരും. അപ്പൊ ഈസി ആയി ഉഷാറായിട്ട് നമുക്ക് മത്സര പരീക്ഷയെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്തത്. ഉഷാറായി പഠിക്കുക. വരാൻ പോകുന്ന HSSC ഇംഗ്ലീഷ് പരീക്ഷയിൽ ആദ്യ റാങ്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അത്രയേറെ എഫേർട്ട് പൾപിറ്റ് ടീം ചെയ്യുന്നുണ്ട്. അപ്പൊ ഉഷാറായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.